പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 15-ാം അധ്യായം 16-ാം വാക്യം. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വീണ്ടും പണിയുന്ന ദൈവമത്രേ. നമ്മുടെ കർത്താവ് നിവർത്തുന്ന ദൈവമത്രേ. വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയുവാൻ നമ്മുടെ കർത്താവ് മതിയായവൻ. ഹല്ലേലൂയ. കുനിഞ്ഞു പോയതിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നിവർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഇവിടെ ഇതാ ഹല്ലേലൂയ അപ്പസ്തോല പ്രവൃത്തികളിൽ നാം വായിക്കുന്നത് ഹല്ലേലൂയ യാക്കോബും മറ്റ് ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണത്തിൽ വിളിച്ചു പറയുന്നു. തങ്ങളുടെ പ്രസംഗത്തിൽ ആമോസ് പ്രവചനത്തിലെ ഒരു പ്രവചനവാക്യം എടുത്തിട്ട് പറയുന്നു, നമ്മുടെ കർത്താവ് ആരാ? അവൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പണിയുന്ന ദൈവം. ആമോസ് പ്രവചിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ഗോത്രം ചിതറിക്കപ്പെട്ടു, ഇസ്രായേൽ ഗോത്രം തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. അവർ അടിമത്തത്തിൽ ആയിപ്പോയി. 12 ഗോത്രവും 12 രീതിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ നോക്കിയിട്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഈ ദാവീദിൻ്റെ കൂടാരം ഇതിനെ കർത്താവ് വീണ്ടും പണിയും. ദാവീദ് ഭരിച്ച കാലഘട്ടത്തിൽ ഇസ്രായേൽ ഗോത്രം 12ഉം ഒരുപോലെയാണ് ഇരുന്നത്. തൻ്റെ മകനായ ശലോമോൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീടുള്ള ഭരണകാലഘട്ടത്തിൽ ഹല്ലേലൂയ ജനം വിഭജിക്കപ്പെട്ടു, പലരും പല വഴിക്ക് പോയി. ആ കുടുംബം തകർക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടു, ഇസ്രായേൽ ഗോത്രം ചിതറിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഇനി ഈ കൂടാരത്തെ തമ്പുരാൻ വീണ്ടും പണിയും, കർത്താവ് ഇതിനെ വീണ്ടും പണിയും. ദാവീദിൻ്റെ വീണുപോയ കൂടാരമാ, തകർന്നുപോയ കൂടാരമാ, നാമാവശിഷ്ടമായതാ. ഹല്ലേലൂയ. പല പ്രതിസന്ധിയിലൂടെ കടന്നുപോയതാ. എന്നാലും കർത്താവ് വീണ്ടും പണിയും. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഇതാ അപ്പസ്തോല പ്രവർത്തികളിൽ പ്രസംഗിച്ചപ്പോൾ ഒരു പടി ചേർത്ത് പറയുന്നു, ഇത് ദാവീദിൻ്റെ കൂടാരം മാത്രമല്ല, ജാതികളിൽ നിന്നൂടെ ഹല്ലേലൂയ ഈ കൂടാരത്തെ ദൈവം പണിയും. ഹല്ലേലൂയ. ചിലരെ ചേർക്കപ്പെടും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും കൊണ്ട് ഈ കൂടാരത്തെ, ദാവീദിൻ്റെ കൂടാരത്തെ അല്ല, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ സഭയെ ദൈവം പണിയും. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ദാവീദിൻ്റെ കൂടാരം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കൂടാരമായിരുന്നു. എന്നാൽ ഇതാ പുതിയ നിയമത്തിൽ നാം ഓരോരുത്തരും വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ദൈവസഭയുടെ ഭാഗമത്രേ. ഈ ദൈവസഭയെ കർത്താവ് വീണ്ടും പണിയും. പ്രിയരെ, ഇന്ന് പകൽക്കാലം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, എത്രത്തോളം തകർന്നു പോയാലും, ഇനി രക്ഷയില്ലെന്ന് ലോകക്കാർ പറഞ്ഞാലും, മകനെ മകളെ ഭയപ്പെടേണ്ട, നമ്മെ പണിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ കൂട്ടായ്മകളെ നോക്കി, നിങ്ങളുടെ ഹല്ലേലൂയ ആരാധനകളെയൊക്കെ നോക്കി, ഇത് തകർന്നുപോയി, ഇത് വീണുപോയി എന്ന് ശത്രു പറയുമ്പോൾ അവരെ നോക്കി ഒന്ന് തിരിച്ചു പറയണം, ഇതിനെ വീണ്ടും പണിയുന്നവനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ദൈവം വീണ്ടും പണിയും. ആരുടെ കൂടാരത്തെ പണിയും? അത് വളരെ ശ്രദ്ധേയമാണ്. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പണിയും. ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നവരുടെ പ്രതിനിധിയാണ്. അവൻ ആരാധനക്കാരനിൽ വലിയവനാ. അവൻ എല്ലാ കാലത്തും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് രാവിലെയും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, നിന്റെ കൂടാരത്തെ അവൻ വീണ്ടും പണിയും. ആരാധിക്കുന്നവൻ്റെ കുടുംബത്തിനകത്ത് ഒരു പക്ഷേ ഒരു പ്രശ്നം വന്നെന്ന് വിചാരിച്ചു, അത് വീണുപോയെന്ന് വിചാരിച്ചു, അവിടം കൊണ്ട് തീരത്തില്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് പണിയാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ആരാധിക്കുന്നവൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ഏതൊക്കെ പോരാട്ടങ്ങൾ വന്നാലും ഭയപ്പെടേണ്ട. പണിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്ദിച്ചവരുടെ നടുവിൽ ഹല്ലേലൂയ പണിതുയർത്താൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ശത്രുക്കളുടെ മുൻപാകെ അവൻ മേശ ഒരുക്കും. ശത്രുക്കൾ നോക്കിയിരിക്കെ അവരുടെ നടുവിൽ മേശ ഒരുക്കി നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വീണുപോയ കൂടാരത്തെ അവൻ പണിയും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണോ? ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണോ? വീണുപോയാലും നിന്റെ കൂടാരത്തെ പണിതുയർത്താൻ, നിവർത്തി നിർത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. എത്ര പേര് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും, പിതാവേ, ചില സംഗതികളിൽ, ചില ജീവിതത്തിൻ്റെ മേഖലകളിൽ, ചില ആവശ്യങ്ങളുടെ നടുവിൽ വീണുപോയ അവസ്ഥകളുണ്ട്. എന്നാൽ വീണുപോയവരെ
പണിയുന്ന വീണു പോയവരെ തള്ളിക്കളയത്തില്ല, അത് ഗാർബേജ് ബോക്സിലേക്ക് തള്ളിക്കളയത്തില്ല. അവിടെ വീണ്ടും പണിയാൻ ദൈവം വിശ്വസ്തന. ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരി കെടുത്തിക്കളയാത്ത ദൈവം, അതിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിപ്പിച്ച് അതിനെ കൊള്ളാവുന്നവനാക്കുന്നവനത്രേ എൻ്റെ കർത്താവ്. ലോകം തള്ളിക്കളഞ്ഞാൽ, ലോകം ഉപേക്ഷിച്ച് കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ തള്ളിക്കളയാത്ത ദൈവമുണ്ട്. പലരും പറഞ്ഞു കാണും, വീണുപോയി, ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് കാണും. ഈ ഓട ഒടിഞ്ഞുപോയി, ഇനി ഇതിനകത്തോടൊരു സംഗീതവും വരത്തില്ല. ഹല്ലേലൂയ. ഈ തിരി ഇനി കരിന്തിരിയേ കത്തത്തുള്ളൂ, ഇനി ഒരു ഗുണവും ഇല്ല എന്ന് ലോകക്കാർ പറഞ്ഞു കാണും. പ്രിയരെ, ലോകക്കാരുടെ അഭിപ്രായമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മെ വീണ്ടും പണിയാൻ, നമ്മെ വീണ്ടും ഉയർത്താൻ, നമ്മെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഒറ്റ കാര്യം, ദാവീദിനെ പോലെ നീ ദൈവത്തെ ആരാധിച്ചാട്ട്, ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചാട്ട്, ദാവീദിനെ പോലെ കർത്താവിൻ്റെ സ്തുതികൾ നിൻ്റെ വീട്ടിനകത്തുനിന്ന് ഉയരുമെങ്കിൽ നിശ്ചയമായി നിൻ്റെ വീടിനെ പണിയാൻ, നിൻ്റെ ആരാധനയെ പണിയാൻ, നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ പണിയാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവ് മതിയായവനത്രേ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മെ പണിതുയർത്തി നമ്മെ മാനിക്കുന്ന ദൈവമത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.